ഗൈസ്, എല്ലാവർക്കും സുഖമാണോ? അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ചെറിയ ഡേ ഇൻ മൈ ലൈഫാണ്. ഈ വീട്ടിലുണ്ടല്ലോ മൊത്തം ഒരു റെഡ് കളർ ലൈറ്റാ, കോസി ലൈറ്റ് എന്ന് പറയും. വന്ന് കയറിയപ്പോൾ കോസി നല്ല രസമുണ്ടായി. പക്ഷെ ഇത് എപ്പോഴും ഈ ചുവന്ന ലൈറ്റ് ആകുമ്പോൾ നമുക്കൊരു നല്ലൊരു വെളിച്ചം കുറവാന്ന് എനിക്ക് തോന്നാറുണ്ട്. അവിടെ എനിക്ക് വീഡിയോ എടുക്കാൻ എനിക്ക് വേറെ ലൈറ്റോ കാര്യങ്ങളോ സ്റ്റാൻഡോ ഒന്നുമില്ല. അതുകൊണ്ട് ഈ വെയിൽ വരുന്ന ഈ ഒരൊറ്റ വിൻഡോ മാത്രമേ ഉള്ളൂ ഇവിടെ. അപ്പോൾ ഇവിടുന്ന് മാത്രമേ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത് ക്ലിയർ ആയിട്ട് കിട്ടണില്ല. കാണുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എങ്ങോട്ട് പോകാനാണ് ഈ ഒരുക്കം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മിതുവിൻ്റെ കടയിൽ ഇന്ന് ചെറിയ പെയിൻ്റ് അടി പരിപാടിയൊക്കെ ആയിട്ട് രാവിലെ തന്നെ പോകണുണ്ട്. വേണമെങ്കിൽ പോരേന്ന് പറഞ്ഞു. അപ്പോൾ അവൻ്റെ കടയുടെ അടുത്ത് കുറച്ച് രസമുള്ള സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് ഇതിൻ്റെ കൂട്ടത്തിൽ ഷൂട്ട് ചെയ്യാന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി ഞാൻ പറഞ്ഞു ഞാൻ വരാമെന്ന്. അങ്ങനെ ആളവിടെ പുറത്ത് വന്ന് വെയിറ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഷടപടേന്ന് ഷൂട്ടിട്ട് ഓടിച്ചെല്ലാം. അതേ കഥാനായകൻ അവിടെ കാറും കൊണ്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. ഓൾറെഡി ഞങ്ങൾ ലേറ്റാണ്, 7:30 അവൻ എത്തണം എന്ന് പറഞ്ഞതാ. പക്ഷെ ആള് വന്നപ്പോൾ തന്നെ 8-8:30 ആയത്. ഇതിനെ എവിടേക്കാണ് മിതു കൊണ്ടുപോകണത്? പെയിന്റ് പണിക്ക് പോവാണ്. പെയിന്റ് പണിക്ക് പോയാൽ ഈത്തപ്പഴമൊക്കെ എടുത്തിട്ടുണ്ട് ഗൈസ്. നല്ല ഭംഗിയുണ്ട് പുറത്ത് കാണാൻ. കിട്ടാനില്ല. എന്താ ഞാൻ ഒന്നും ചെയ്തിട്ടുണ്ടല്ലോ. അപ്പൊ എനിക്ക് എന്റെ പേയുടെ പകുതി വരുമോ? ചായ ഞാൻ കുടിക്കില്ല, ഞാൻ ഷുഗർ കട്ടാണ്. അവക്ക് പ്രസക്തി ഉണ്ട്. അത് പറഞ്ഞപ്പോഴാ, ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് 60 വർഷമായിട്ട് ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട്. ആലോചിച്ച് നോക്കി, 60 വർഷമായിട്ട് അവരൊറ്റ സ്ഥലത്ത് വർക്ക് ചെയ്യാണ്. ഇപ്പൊ അവർക്ക് എത്ര വയസ്സാണെന്നറിയോ? 76 വയസ്സ്. അപ്പൊ അവര് അങ്ങനെയല്ലേ, അതെ 16 വയസ്സിൽ അവർ ജോലി ചെയ്യാൻ തുടങ്ങിയതാ. 16 വയസ്സ് അവർ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് അവർ സ്റ്റിൽ അവിടെ തന്നെ പണിയെടുത്തോണ്ടിരിക്കുകയാണ്. അവർക്ക് ഇപ്പോൾ വയസ്സ് 76. അപ്പോൾ 60 വർഷമായി അവരവിടെ ജോലി ഹാലിഫാക്സ് ഞാൻ പറഞ്ഞായിരുന്നില്ലേ, കുറച്ച് അപ്പുറത്ത് ആളും തിരക്കും കുറച്ച് കടകളൊക്കെ ഉള്ള ഒരു സ്ഥലമാണ് ഹാലിഫാക്സ്. അവിടേക്ക് തന്നെ വളരെ റെയറസ്റ്റ് ഓഫ് റെയർ ആയിട്ട് ഇവിടുന്ന് പോയിട്ടുള്ള ആൾക്കാരുണ്ട്. വെച്ചാൽ അവരൊക്കെ ഈ ഒരു ഇതിൽ മാത്രം. അതുപോലെ ഈ പ്രോവിൻസ് വിട്ടിട്ട് ഇവിടുന്ന് പോവാത്ത, കാനഡ ഫോൾസ് പോലും കാണാത്ത ആൾക്കാരുണ്ട് ഇവിടെ. അതൊക്കെ കുറച്ച് ഇതാല്ലേ. അത് ശരിയാ, ഞാനിപ്പോ ഇന്ത്യയിലെന്ന് പറഞ്ഞിട്ട് ഞാൻ ഹിമാലയം കണ്ടിട്ടൊന്നുമില്ല. ഞാൻ ഓർത്തിട്ട് ട്രിപ്പൊന്നും പോയിട്ടില്ല. ഞാൻ മഞ്ഞ് കണ്ടിട്ടില്ല. എന്ത് ജോലിയാണെങ്കിലും ആത്മാർത്ഥതയുടെ കാര്യത്തിലും ഇത് കോംപ്രമൈസ് ചെയ്യില്ല. അതുകൊണ്ട് വന്ന പാടന്നെ ആളുടെ വർക്ക് തുടങ്ങിയിട്ടുണ്ട്. പ്രതീക്ഷിച്ചതിനേക്കാളും വെയിലുണ്ടായിരുന്നു. അതിന്റെ കൂടെ ഒരു ചെറിയ കാറ്റും വീശുന്നതുകൊണ്ട് തന്നെ ആ കാറ്റിന് ചെറിയൊരു തണുപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് ക്ലൈമറ്റ് എന്തായാലും പെർഫെക്റ്റ് ആയിരുന്നു. ആ വെയിലിന്റെ അത്രയും ചൂടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പൊ ആളുടെ കാര്യങ്ങൾ അവിടെ നടക്കട്ടെ. നമ്മൾ വന്ന കാര്യത്തേക്ക് നമുക്ക് കിടക്കാം. ഇതിന്റെ ബാക്കിൽ കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ട്, നമുക്കൊന്ന് അവിടെ പോയി നോക്കാം. നമുക്ക് ഇതിന്റെ ബാക്കിൽ തന്നെ പിക്ടോ കൗണ്ടി ഹാർബർ കാണാം കേട്ടോ. ഈ സ്ഥലത്തെ നമ്മൾ ന്യൂ സ്കോട്ട്ലാൻഡ് എന്നും കൂടി പറയൂ കേട്ടോ. ദ ബർത്ത് പ്ലേസ് ഓഫ് ന്യൂ സ്കോട്ട്ലാൻഡ് എന്ന് ഇവിടെ പല സ്ഥലത്തും എഴുതി കണ്ടിട്ടുണ്ട്. 1773 ആദ്യമായിട്ട് സ്കോട്ടിഷ് ഇമിഗ്രൻസ് വന്നിട്ടുള്ളൊരു സ്ഥലമാണ് ഇതെന്നാണ് പറയപ്പെടുന്നത്. മോസ്റ്റ് ഓഫ് ദ പോപ്പുലേഷൻ ഫിഷിംഗ് ചെയ്താണ് അന്ന് ഇവിടെ ജീവിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ അത് അവരുടെ കൾച്ചറിന്റെ വലിയൊരു ഭാഗമായിട്ടും അവര് ജീവിക്കാൻ വേണ്ടിയിട്ട് ചെയ്തിരുന്ന ഒരു ജോലി എന്നതിലുപരി അവർ ഒരുപാട് ഇമ്പോർട്ടൻസ് അവരുടെ ഈ കൾച്ചറിന് കൊടുക്കുന്നുണ്ട്.
അതുകൊണ്ട് തന്നെ ഇവിടെ ലോബ്സ്റ്റർ കാർണിവൽ അങ്ങനത്തെ ഒരുപാട് സംഭവങ്ങളൊക്കെ നടക്കാറുണ്ട്. ഞാൻ മുന്നത്തെ വീഡിയോകളിൽ പറഞ്ഞിട്ടുള്ള പോലെ തന്നെ വെയിൽ വന്നാൽ പിന്നെ എല്ലാവരും പുറത്താണ്. അപ്പോൾ ഒരുപാട് പേര് പിള്ളേരായിട്ടും പിന്നെ കപ്പിളായിട്ടും അങ്ങനെ ഒരുപാട് പേര് ഇതിൻ്റെ ചുറ്റിലൊക്കെ വന്നിരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ സ്കൂളിൽ നിന്ന് കുറച്ച് പിള്ളേർ വന്നിട്ടുണ്ടായിരുന്നു. നമ്മളതിനെ ഇങ്ങനെ സ്കൂളിൽ നിന്ന് ജയിൽ കാണിക്കാനും പാർക്ക് കാണിക്കാനും മറ്റേ എന്നെയൊക്കെ മെയിൻലി തുഞ്ചമ്പറമ്പിലൊക്കെയാണ് ഇങ്ങനെ കൊണ്ടുപോയിട്ടുള്ളത്. അതുപോലെ പിള്ളേരെയും കൊണ്ട് ടീച്ചേഴ്സ് വന്നിരിക്കുന്നതാണെന്നാണ് എനിക്കത് കണ്ടപ്പോൾ തോന്നിയത്. നമ്മളിപ്പോൾ എത്ര വട്ടം ആ സ്ഥലം കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞാലും സ്കൂളിൽ നിന്ന് നമ്മളെ ടീച്ചേഴ്സ് കൊണ്ടുപോകുമ്പോൾ അങ്ങനെ ഫ്രണ്ട്സിൻ്റെ കൂടെ സ്കൂൾ ബസ്സിൽ പോകുന്നതിന് ഒരു വേറെ സുഖമാണല്ലോ. ഞാൻ അത്യാവശ്യം അവിടെയൊക്കെ തെണ്ടിത്തിരി നടന്നതിന് ശേഷം ഇവിടെ പെയിൻ്റ് അടി എന്തായെന്ന് അറിയാൻ വേണ്ടിയിട്ടൊന്ന് വന്ന് നോക്കിയപ്പോൾ ഈ കാണുന്ന ഈ മൊത്തം വാളും അവന് പെയിൻ്റ് അടിച്ച് കഴിയാനുണ്ട് എന്ന് പറഞ്ഞു. എനിക്ക് വെയിൽ കൊണ്ട് എന്തായാലും അവിടെ നിൽക്കാൻ വയ്യ. അതുകൊണ്ട് പിന്നെ ഞാൻ കാറിൽ പോയി ഞാൻ നേരത്തെ കൊണ്ടുവന്ന് കുറച്ച് ഈത്തപ്പഴവും ഒരു പഴമൊക്കെ എടുത്ത് കഴിച്ചതിന് ശേഷം തൊട്ടപ്പുറത്തൊരു ലൈബ്രറി ഉണ്ടായിരുന്നു, അവിടെ പോയി കുറച്ച് സമയം ഇരുന്നു. പിന്നെ തിരിച്ചു വരുന്ന വഴിക്ക് എനിക്ക് കുറച്ച് ഐറ്റംസ് മേടിക്കാനുണ്ട്. അപ്പോൾ പറഞ്ഞു ഇവിടുത്തെ ഡോളറാമയിൽ നീ വന്നിട്ടില്ലല്ലോ, നമുക്ക് ഇവിടെ ഒന്ന് കയറി നോക്കാമെന്ന് പറഞ്ഞിട്ട് എന്നെ വലിച്ച് അങ്ങോട്ട് കൊണ്ടുപോയി. പോയിട്ട് ഞാൻ അധികം കാര്യങ്ങളൊന്നും നോക്കിയില്ല. എനിക്ക് ആവശ്യമുള്ള 1-2 സാധനങ്ങൾ മാത്രം ഞാൻ വാങ്ങിച്ചു. ഞാൻ ഓരോ വീഡിയോ എടുത്തിട്ട് അത് എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് ഞാൻ മനസ്സിൽ വിചാരിച്ച പോലെ ഇതിൻ്റെ ഔട്ട് വന്നിട്ടില്ലല്ലോ, അതുകൊണ്ട് കുറച്ചുകൂടെ നന്നാക്കായിരുന്നു എന്ന് എപ്പോഴും തോന്നും. എന്തായാലും ചെയ്ത് നമുക്ക് ശരിയാണ്. ഫൈനലി ഞാൻ വീട്ടിലെത്തി ഗൈസ്. വീട്ടിലെത്തിയപ്പോൾ ഒരു 2-2:30 ഒക്കെ ആയിട്ടുണ്ടായി. അപ്പം ഇനി നേരെ ഫുഡ് കഴിക്കാം. സാമ്പാറും ചിക്കൻ കറിയും ആയിരുന്നു എൻ്റെ ഫുഡ്. നല്ല കോമ്പിനേഷൻ അല്ലേ. അവിടെ നിന്ന് വന്നപ്പോഴേക്കും ഉച്ചയുണ്ടായി, നല്ല വിശപ്പുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഫുഡ് കഴിച്ചു. എനിക്ക് ഫുഡ് കഴിക്കണമെന്ന് കാര്യമായിട്ടൊന്നും വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല, വിശപ്പിൻ്റെ വിളിയുണ്ടായിരുന്നു. ഇപ്പോൾ പ്രത്യേകിച്ച് കുറച്ച് ക്ലീനിങ്ങും പരിപാടികളൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ ഒന്ന് കിടന്നിട്ട് ഇനി എന്തെങ്കിലും ചെയ്യണുള്ളൂ. ഭക്ഷണം കഴിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് എന്തെങ്കിലും മധുരമുള്ളത് വല്ലാണ്ട് കഴിക്കാൻ തോന്നി. അപ്പോൾ ഞാനൊരു ഈത്തപ്പഴം എടുത്ത് കഴിച്ചപ്പോൾ ആ ക്രേവിങ്സ് അങ്ങ് ഒതുങ്ങുകയും ചെയ്തു. അങ്ങനെ ഞാൻ അത് കഴിച്ച് കുറച്ച് സമയം TV ഒക്കെ കണ്ടിരുന്നു. നല്ല ഉറക്കം വരുന്നുണ്ടായിരുന്നു, പക്ഷെ എനിക്ക് ഉറങ്ങാൻ പറ്റിയില്ല. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും എന്നെ അപ്പു വിളിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ജോലി ചെയ്യാൻ ഭയങ്കര ഒരു എനർജി. അത് എവിടെ നിന്ന് വരുന്നതെന്ന് എനിക്കറിയില്ല. അപ്പോൾ പിന്നെ ഞാൻ എണീറ്റു, അവളെ കോളും ചെയ്ത് പാത്രം കഴുകലും ക്ലീനിങ്ങും പരിപാടികളൊക്കെ ചെയ്തു. പിന്നെ എൻ്റെ ഫ്രിഡ്ജിൽ സാധനങ്ങൾ വെക്കാൻ സ്ഥലമില്ല. അപ്പോൾ പിന്നെ കാര്യങ്ങളൊക്കെ ചെറിയ ചെറിയ പാത്രങ്ങളിലേക്ക് ആക്കി എൻ്റെ ഫ്രിഡ്ജൊക്കെ ഒന്ന് വൃത്തിയാക്കി സെറ്റ് ചെയ്ത് സ്ഥലം ഉണ്ടാക്കി വെച്ചു. എല്ലാം സെറ്റ് ചെയ്ത് ഇനി കുറച്ച് നേരം റെസ്റ്റ് എടുക്കാമെന്ന് ഞാൻ വിചാരിച്ചപ്പോഴാണ് കഴിക്കാൻ ചോറില്ല രാത്രിക്ക്. അപ്പോൾ പിന്നെ എന്നാൽ കുറച്ച് ചോറ് വെച്ചേക്കാമെന്ന് വിചാരിച്ചു. എന്തായാലും കറി ഇനി തികഞ്ഞില്ലെങ്കിലോ അടുത്ത 2-3 ദിവസത്തിന് ഇനി കുക്കിങ്ങും പരിപാടിയൊന്നുമില്ല. അപ്പോൾ പിന്നെ ഞാൻ ഒരു ഉരുളക്കിഴങ്ങ് കറിയും കൂടെ ഇനി നൈസായിട്ട് കുറച്ച് ബോഡി മൂവ്മെന്റ്സിനുള്ള സമയമാണ്. കാര്യമായിട്ടൊന്നുമില്ല, നമുക്ക് ചെറുതായിട്ട് എനിക്ക് പറ്റാവുന്ന പോലത്തെ കുറച്ച് ചെറിയ വർക്കൗട്ടും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യും. ദേഹമൊക്കെ അത്യാവശ്യം വേർത്ത സ്ഥിതിക്ക് ഇനി നമുക്ക് നന്നായി ഒന്ന് കുളിച്ചു വരാം. നമ്മൾ പെൺകുട്ടികൾക്കേ അറിയുള്ളൂ അല്ലേ, ഈ നന്നായി തലയൊക്കെ നനച്ച് കുളിക്കുന്ന ദിവസം എന്ന് പറഞ്ഞാൽ അതൊരു വലിയ ചടങ്ങാണ്, അതൊരു വലിയ പ്രോസസ്സാണ്. ചിലപ്പോൾ എല്ലാ ആമ്പിള്ളേർക്കും അത് അത്ര കണക്റ്റ് ആയിക്കൊള്ളുന്നില്ല. രാത്രി ഞാനൊരു 3 വീറ്റ് ബ്രെഡും കുറച്ച് ചിക്കൻ കറിയും കൂടെ കഴിച്ചു. പിന്നെ ബാക്കി നാളെ കൊണ്ടുപോകാനുള്ള ഐറ്റംസും കൂടി പാക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഇന്നത്തെ ദിവസം കഴിഞ്ഞു. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.